എൻ്റെ പൊന്ന് ബ്രോ, ഇപ്പം നിങ്ങൾ റൂം എടുത്തിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒഴിയാന്ന് പറയുമ്പോൾ ആ ഓണർ സമ്മതിക്കില്ല. കാരണം 3 മാസം മുമ്പെങ്കിലും അറിയിക്കണം എന്നാണ് നിയമം. ഇപ്പം നിങ്ങൾ ഓണർ എന്താ പറഞ്ഞത്, നിങ്ങൾ ഒഴിയാന്ന് പറഞ്ഞപ്പം ലൈക്ക് പുതിയൊരാൾ വന്നിട്ടേ ഒഴിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പുതിയൊരാൾ വന്നിട്ടേ നിങ്ങളെ അഡ്വാൻസ് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നല്ലേ. അത് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ റൂം എടുക്കുന്ന സമയത്ത് ഒരു ഓണറെ കൈവന്ന് അഡ്വാൻസ് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ ഓണർമാരെ 3 മാസം മുമ്പെങ്കിലും അറിയിക്കണം. എന്നാലേ അവർ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. കാരണം നിങ്ങൾ ബാലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുത്ത അഡ്വാൻസ് തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ്. പിന്നെ അവർ നിങ്ങൾ 1 മാസത്തെ മെയിൻ്റെനൻസ് പൈസയും പിടിക്കും. അതിപ്പോൾ നിങ്ങൾ 3 മാസം താമസിച്ചാലും 6 മാസം താമസിച്ചാലും 1 മാസം താമസിച്ചാലും അവർ നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തരുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് പൈസ പിടിച്ചിരിക്കും എന്നുള്ളതാണ് നിയമം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഓണറോട് പറയാം, ഒന്നെങ്കിൽ നിങ്ങളൊരു ആളെ കണ്ടെത്തിയിട്ട് ആ റൂമിലേക്ക് അവിടെ ഒരാളെ കയറ്റിയിട്ട് നിങ്ങൾ അഡ്വാൻസ് അയാളെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾ ഒഴിയുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അല്ലാതെ ഓണറെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. അതാണ് കാര്യം. ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂരിൽ ഒരുപാട് ചെറുപ്പക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ഞങ്ങൾ 3 മാസമായി റൂം എടുത്തിട്ട് അല്ലെങ്കിൽ 6 മാസമായി റൂം എടുത്തിട്ട് ഞങ്ങൾ റൂമൊന്നും ഒഴിയാണ്, അഡ്വാൻസ് തിരിച്ച് കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലത്തെ മാത്രം നിയമം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ബാംഗ്ലൂർ മാത്രമേ ഒരു നിയമമുള്ളൂ, എന്ത് 1 മാസത്തെ റെൻറ്റ് മെയിൻ്റെനൻസ് തുകയായിട്ട് പിടിക്കുക എന്നുള്ളത്. അത് കേരളത്തിലൊന്നും നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 1 BHK ആണെങ്കിലും 2 BHK ആണെങ്കിലും 3 BHK ആണെങ്കിലും അതിൻ്റെ 1 മാസത്തെ റെൻറ്റ് ഒഴിയുന്ന സമയത്ത് മെയിൻ്റെനൻസ് തുകയായിട്ട് പിടിക്കും. അത് ഇനിയിപ്പോൾ 6 മാസം താമസിച്ചാലും 11 മാസം താമസിച്ചാലും 2 വർഷം താമസിച്ചാലും 3 വർഷം താമസിച്ചാലും ഇനിയിപ്പോൾ ആ മെയിൻ്റെനൻസ് തുകൻ്റെ പുറമെ നിങ്ങളിപ്പോൾ ആ റൂമത്തെ ഫാനോ ലൈറ്റോ എന്തെങ്കിലും കേടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ എക്സ്ട്രാ തന്നെ പിടിക്കും. അത് നമ്മളെ അങ്ങനത്തെ റൂള് ശരിക്കും ഇല്ല. പക്ഷെ അത് ബാംഗ്ലൂരിൽ അങ്ങനെ റൂൾ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരും സ്വന്തമായിട്ട് വീട് എടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് വരുന്നത്. കാരണം ഇവിടെ വാടകയ്ക്ക് വീട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓണർക്ക് ഏറ്റവും കൂടുതൽ ലാഭം. കാരണം മെയിൻ്റെനൻസ് തുക വരുന്നില്ല, വാടക കറക്റ്റായിട്ട് കിട്ടും. വാടക ഇനി 2-3 മാസത്തിൻ്റെ മുകളിൽ കൊടുക്കാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് വരെ ഈ ഓണറെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവരെ ഇറക്കി വിടുക, ഇവരെ അഡ്വാൻസ് ആ പൈസ തുക പിടിച്ചിട്ട് ഇവരെ കൊണ്ട് ഒഴിവാക്കുക. എല്ലാം കൊണ്ടും ഇവിടെ ഓണർമാർക്കാണ് സുഖം ഒരു വീട് എടുക്കുന്ന സമയത്ത്. കാരണം നമ്മൾ വാടകയ്ക്ക് വീട് എടുക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം പല ചെറുപ്പക്കാരും ഇവിടെ വന്നിട്ട് റൂം എടുക്കുന്നുണ്ട്, 50,000 1 ലക്ഷത്തിനൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് റൂം എടുക്കുന്നുണ്ട്. പക്ഷേ ഇവരൊരു 6 മാസം കഴിയുമ്പോൾ ഒഴിയണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഓണർ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ 3 മാസം മുമ്പെങ്കിലും ആ ഓണറെ വിവരം അറിയിച്ചിരിക്കണം. അത് നിങ്ങൾ മറന്നു പോകാതെ അറിയിച്ചിരിക്കണം. മറ്റൊന്നും കൊണ്ടല്ല, കാരണം ഓണർമാർ അത് പറഞ്ഞിട്ട് നിങ്ങളെ നീട്ടി കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർജൻറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്വാൻസ് അവർ തരാൻ നിൽക്കില്ല. അവർ കഴിയുന്നത് ആ അഡ്വാൻസ് അവിടെ പിടിച്ചു വെക്കും. കാരണം എന്താ, 3 മാസം കൂടി മുമ്പേ പറയണം, അല്ലെങ്കിൽ 3 മാസത്തെ വാടക തുക ഞാൻ അഡ്വാൻസിൽ നിന്ന് പിടിച്ചിട്ട് ബാക്കിയുള്ളതേ തരുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഒരു 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുക ചിലപ്പോൾ ഒരു 10,000 15,000 ഒക്കെ ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് കിട്ടുക എന്നുള്ള ഡൗട്ടാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കറക്റ്റ് വാടക കൊടുക്കുന്നവരാണെങ്കിൽ 1 മാസത്തെ മെയിൻ്റെനൻസ് പിടിച്ചിട്ട് തരും. അപ്പോൾ ബാംഗ്ലൂരിൽ റൂം എടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എഗ്രിമെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക. അത് എല്ലാം കൊണ്ടും വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ ആ റൂമിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളോട് ആ ഓണർ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ എഗ്രിമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ റൂം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂരിൽ ഒരു പുതിയൊരു ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആ എഗ്രിമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിപ്പം താമസിക്കുന്ന സൗകര്യമുള്ള റൂം അതിൻ്റെ മുകളിലും താഴെയുള്ള വാടകക്കാരോട് ചോദിക്കുക, ഓണർ നല്ലതാണോ, ഇവിടെ വെള്ളം കറക്റ്റ് വരുന്നുണ്ടോ, കറണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, വേറെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചോദിക്കുക. കാരണം നമ്മളിത് ആരോടും ചോദിക്കാതെ റൂം എടുത്താണ്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂട്ടശല്യം ഉണ്ടാവും. ആ മൂട്ടേനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇലക്ട്രിസിറ്റീൻ്റെ വലിയ പവറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം എന്താ, ലൂസ് കണക്ഷനൊക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ തന്നെ അത് മൊത്തം നന്നാക്കിക്കേണ്ടി വരും, വയറിംഗ് ഒക്കെ. ഇതൊന്നും ഓണർ ഏൽക്കൂല. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക റൂം എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ എനിക്ക് വരുന്ന കോൾസ് പറഞ്ഞാൽ ഒരു 3-4 ചെക്കന്മാർ ഒരുമിച്ച് വന്നിട്ട് ഒരു 6 മാസത്തേക്കോ 5 മാസത്തേക്കൊക്കെ റൂം എടുക്കും. ശരിക്കും ഒരു 11 മാസത്തെ അഗ്രിമെൻ്റ് ആയിരിക്കും ചെയ്താൽ. ഈ അഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഓണർ പറയും, നിങ്ങൾ എപ്പം വേണമെങ്കിലും ഒഴിഞ്ഞോ, ഞാൻ തിരിച്ച് നിങ്ങൾ അഡ്വാൻസ് തരാമെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ പറയും, പുതിയൊരാൾ വരണം, വന്ന് അയാളെ നിന്ന് അഡ്വാൻസ് ഓടിച്ചിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറയും നിങ്ങൾ 3 മാസം മുമ്പേ അറിയിക്കണമായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ബാംഗ്ലൂർ മാത്രമാണ് ഓണർമാർക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് റൂൾസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ കഴിയുന്നതും റൂം എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചെടുക്കുക, ഓണർ നോക്കിയെടുക്കുക. അതേപോലെ തന്നെ വെള്ളവും കറണ്ടൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ നോക്കുക, എങ്ങനെയാണ് അവിടെ എക്സ്പെൻസ് വരുന്നത് നോക്കുക. കാരണം ചിലപ്പോൾ വീടെടുത്ത് കഴിയുമ്പോൾ ചിലപ്പം റൂമിൻ്റെ കറണ്ട് ബില്ലൊക്കെ ഡബിളായിട്ടൊക്കെ വരുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധം കേരളക്കാരല്ലേ യൂറോപ്പിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്ന് വീട് വാങ്ങിയിടാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ടെൻഷനും ഇല്ല.
റെൻറ്റ് കറക്റ്റായിട്ട് അക്കൗണ്ടിലേക്ക് കയറിക്കോളും. അതേപോലെ തന്നെ മെയിൻ്റെനൻസിൻ്റെ പ്രശ്നമോ എക്സ്ട്രാ വേറെ എന്തെങ്കിലും ചിലവോ കാര്യങ്ങളോ ഒന്നും വരുന്നുമില്ല. എന്തായാലും ബാംഗ്ലൂരത്തെ ഈ ഒരു സിസ്റ്റം മീൻസ് റൂം എടുക്കുന്ന സമയത്തുള്ള സിസ്റ്റംസ് വളരെ നമുക്ക് വാടകക്കാർക്ക് വളരെ മോശമുള്ളതാണ്. പക്ഷെ എന്നാൽ ഓണർമാർക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെപ്പോഴും നിങ്ങൾ തന്നെ കരുതി കാര്യങ്ങൾ ചെയ്യുക. താങ്ക് യു.